നമ്മളൊക്കെ ആയിരിക്കുന്ന വളരെ ഒരു സീനിയറായിട്ടുള്ള പണ്ഡിതനുമായ രാജേന്ദ്രൻ സർ, മറ്റ് അധ്യാപകർ, വിദ്യാർത്ഥികൾ, ഡോക്ടർ ഭരതനിപ്പോൾ വരുമെന്നാണ് പറഞ്ഞത്, അല്ല, അദ്ദേഹം താമസിയാതെ ഇതിൻ്റെ ഭാഗമാവും. ഡോക്ടർ റോഷ്നി സ്വപ്ന ഈ ഒരു സെമിനാറിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പൊതുവേ വർക്ക് ചെയ്യുന്ന ചില മേഖലകളുണ്ട്, അതുമായിട്ട് ബന്ധമുള്ളത് കൊണ്ടും പിന്നെ വിദ്യാർത്ഥികളോട് സംസാരിക്കാൻ പറ്റുന്ന അവസരങ്ങൾ എന്നെ സംബന്ധിച്ചോളം വളരെ വിലപ്പെട്ടതായതുകൊണ്ടും ഞാൻ സമ്മതിച്ചു. വണ്ടി കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. അതിന് ഇന്നത്തെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അതൊക്കെ. എന്നാലും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കഴിയും വേഗം ഒരു 30-40 മിനിറ്റിനുള്ളിൽ പറഞ്ഞു തീർക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സാഹിത്യം എന്നത് വെറും സാഹിത്യ അല്ലെങ്കിൽ ഭാഷ ഈ മേഖലകൾ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമല്ല എന്ന് നമുക്കറിയാം. ഒരു അന്തർവൈജ്ഞാനിക ഒരു വിഷയമായിട്ട് സാഹിത്യ പഠനം മാറിയിട്ടുണ്ട്. ഇൻ്റർ ഡിസിപ്ലിനറി എന്ന് നമ്മൾ പറയുമ്പോൾ അത് മാനവിക വിഷയങ്ങളിലെയും സാമൂഹ്യ ശാസ്ത്ര വിഷയങ്ങളിലെയും സോഷ്യൽ സയൻസിൻ്റെ വിഷയങ്ങളെയും ഒക്കെ എവിടെയൊക്കെ സ്പർശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കൃതിയെ അല്ലെങ്കിൽ ഒരു പ്രവണതയെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെ നമ്മൾ സമീപിക്കുമ്പോൾ അതിൻ്റെ അടരുകളെ പരിശോധിക്കുമ്പോൾ നാം പലതരം മറ്റ് വൈജ്ഞാനിക വിഷയങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് സൈദ്ധാന്തികത നമ്മുടെ ഒരു പലതരത്തിൽ നമ്മളെ പഠന വിഷയമായിട്ട് മാറുന്നു. പക്ഷേ ഈ സൈദ്ധാന്തികതയെ നമ്മൾ സമീപിക്കുമ്പോൾ വലിയ ചതിക്കുഴികളുള്ള വലിയ അപകടങ്ങളുള്ളൊരു മേഖല കൂടിയാണ്. പ്രത്യേകിച്ചും ഇതിൻ്റെ നമ്മൾക്കറിയാം, ഒരു ജ്ഞാനോദയ കാലഘട്ടം 18-ാം നൂറ്റാണ്ടിലെ യൂറോപ്പിലാണ് ഒരു വലിയ തരത്തിലുള്ള വൈജ്ഞാനിക വിപ്ലവം ഉണ്ടായിട്ട് വരുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്ന് നാം ഇവിടെയൊക്കെ പഠിപ്പിക്കുന്ന വിഷയങ്ങളിൽ മിക്കതും ഉണ്ടായി വരുന്നത് തന്നെ ഈ 18-ാം നൂറ്റാണ്ടിൻ്റെ ആ വൈജ്ഞാനിക വിപ്ലവത്തിൻ്റെ തുടർച്ചയായിട്ടാണ്. ആ വിഷയങ്ങളൊക്കെ ഒരു യൂറോപ്യൻ കയ്യൊപ്പുള്ള വിഷയങ്ങളും കൂടിയാണ്. അതിൻ്റെ വ്യവഹാരങ്ങളൊക്കെ, അതുപയോഗിക്കുന്ന സാങ്കേതിക പദങ്ങളൊക്കെ പല രീതികളിൽ യൂറോ കേന്ദ്രിതം എന്ന് നമ്മളിപ്പോൾ വിളിക്കുന്ന ഒരു പരിമിതിയെ അത് നേരിടുന്നുണ്ട് എന്ന് നമ്മളിന്ന് തിരിച്ചറിയും. അപ്പോൾ സൈദ്ധാന്തികത എന്നത് തികച്ചും ഗുണപരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാത്രം വളരെ നിഷ്കളങ്കമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. സൈദ്ധാന്തികതയിൽ ഞാൻ പറഞ്ഞ പോലെ പരിമിതികളും ചതിക്കുഴികളും പലതരത്തിലുള്ള നമ്മളെ അറിവിനെ തന്നെ ഡിസ്റ്റോർട്ട് ചെയ്യുന്ന, വികലമാക്കുന്ന തരത്തിലുള്ള പല മധ്യസ്ഥങ്ങൾ അതിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ ഒരു വിദ്യാർത്ഥി, ഇന്നത്തെ ഒരു അധ്യാപകൻ, ഇന്നത്തെ ഒരു ഗവേഷകൻ സൈദ്ധാന്തികയെ സമീപിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, നമ്മൾക്ക് ഇതിനെ തികച്ചും അപകോളനീകരണത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞ് പുറത്ത് നിർത്താനും ആവില്ല. ഒരു ഗ്ലോബൽ സൗത്ത്, ദക്ഷിണ ഭൂഗോളം എന്നൊരു തർജ്ജമയുണ്ട് അതിന്. അപ്പോൾ ഇന്ത്യ അല്ലെങ്കിൽ ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, ഇതൊക്കെ ഒരു ഗ്ലോബൽ സൗത്തിൻ്റെ ദക്ഷിണ ഭൂഗോളം എന്ന ഒരു കാലത്ത് നമ്മൾ
തേർഡ് വേൾഡ് എന്നൊക്കെ പറഞ്ഞ അതിൻ്റെ ഒരു ചരിത്രം, അതിൽ കൊളോണിയൽ ചരിത്രമുണ്ട്, അധിനിവേശത്തിൻ്റെ ഒരു വലിയ ചരിത്രമുണ്ട്. പിന്നെ ഏറ്റവും അധികം ഭാഷകളുള്ള ലോകത്തെ പ്രദേശങ്ങളും ഈ ഏഷ്യയിലും സൗത്ത് ഏഷ്യ പ്രത്യേകിച്ചും ആഫ്രിക്കയും ലാറ്റിൻ അമേരിക്കയും ഒക്കെയാണ്. കുറേ ഭാഷകളൊക്കെ കൊളോണിയൽ അതിൻ്റെ ഒരു തേരോട്ടത്തിൽ നശിച്ചു പോയി എങ്കിലും ഇന്നും ഭാഷാ വൈവിധ്യത്തിൻ്റെ ഒരു വലിയ നമുക്ക് പറയാൻ പറ്റും അതിൻ്റെ സമ്പന്നത, സമൃദ്ധി നമ്മൾ അനുഭവിക്കുന്നത് സൗത്ത് ഏഷ്യയിലും ലാറ്റിൻ അമേരിക്കയിലും ആഫ്രിക്കയിലും ഒക്കെയാണ്. അപ്പോൾ തീർച്ചയായും നമുക്ക് നമ്മുടെ വാമൊഴി പാരമ്പര്യങ്ങളുണ്ട്, ഫോക്ക് പാരമ്പര്യങ്ങളുണ്ട്. അതുകൂടാതെ ഗോത്ര ഭാഷകൾ, നിരവധി ഗോത്ര ഭാഷകളുണ്ട്. അവയിൽ നാട്ടറിവുകളും പലതരത്തിലുള്ള ജ്ഞാന സമ്പ്രദായങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ വലിയൊരു അറിവിൻ്റെ മേഖല അത് നമ്മുടെ യൂറോ കേന്ദ്രിതമായിട്ടുള്ള ജ്ഞാനോദയ യുക്തിയുടെ ഒരു ഭാരം വഹിക്കുന്ന പുതിയ അറിവുകളുടെ സന്ദർഭത്തിൽ ഏത് തരത്തിലാണ് മെരുക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു ഓരങ്ങളിലേക്ക് ഒതുക്കപ്പെടുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. വളരെ സുതാര്യമായിട്ടുള്ള ഒരു പ്രക്രിയ അല്ല സൈദ്ധാന്തികത എന്ന് ഞാൻ ആദ്യം തന്നെ പറയാൻ ശ്രമിക്കുകയാണ്. അത് തികച്ചും നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൽ വലിയ ചുഴികളുണ്ട്. അതിൽ പലതരത്തിലുള്ള ഒന്ന്, നമ്മൾ യൂറോപ്യൻ അറിവുകളെ ഒരു സാർവലൗകികമായിട്ടുള്ള തലത്തിലാണ് അവയെ സ്വീകരിക്കുന്നത്. ഏതൊക്കെ യൂറോപ്യനാണോ അതൊക്കെ സാർവജനീനമാണ്. അത് എല്ലാതരം ഭാഷകൾക്കും സമൂഹങ്ങൾക്കും ദേശങ്ങൾക്കും പ്രദേശങ്ങൾക്കും ഒരുപോലെ ബാധകമാണ് എന്ന് ഒരു വിശ്വാസം. അത് കൊളോണിയൽ സാമ്രാജ്യത്വത്തിൻ്റെയൊക്കെ ഒരു തുടർച്ചയായിട്ട് ആണതുണ്ടായി വന്നത്. അപ്പോൾ ഇത് ഈ യൂറോപ്യൻ വിജ്ഞാനം അവകാശപ്പെടുന്ന ഈ സാർവജനീനത അത് തന്നെ ഒരു ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു നിർമ്മിതിയാണ്. എന്തും യൂറോപ്യനാവുമ്പോൾ അത് ലോകോത്തരമാവുന്നു, സർവ ലോകത്തിനും ഒരുപോലെ ബാധകമാവുന്നു. അങ്ങനെ നമ്മളതിനെ സമീപിക്കുമ്പോൾ വാസ്തവത്തിൽ യൂറോപ്യൻ അറിവുകളും യൂറോപ്പിൻ്റേതായ പ്രദേശങ്ങളുടെ, രാജ്യങ്ങളുടെ, സന്ദർഭങ്ങളുടെ സൃഷ്ടിയാണ്. അതിൽ വലിയ കലർപ്പുകളുണ്ട്. ഗ്രീക്ക്, റോമൻ അംശങ്ങൾ മാത്രമല്ല. നമുക്കറിയാം ഈ ഗ്രീക്ക്, റോമൻ അറിവുകളിലേക്ക് തന്നെ യൂറോപ്പ് ഉണരുന്നത് അറബിക്കിൻ്റെ, പേർഷ്യൻ്റെ ഒക്കെ മാധ്യമത്തിലൂടെയാണ്. ഒരു റിനൈസൻസ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന നവോത്ഥാനത്തിൻ്റെ യൂറോപ്യൻ പതിപ്പിൽ നമ്മൾക്ക് കാണാൻ കഴിയും വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് മറ്റ് ഭാഷകൾ. അറബിക്കും ഒരു ക്ലാസിക് ഭാഷയാണ്. അതിലെ അറിവുകളുടെ ഒരു വലിയ സഞ്ചയം. അത് മറന്നുപോയ പല കാര്യങ്ങളും യൂറോപ്പിനെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ മാധ്യമത്തിലൂടെ വരുമ്പോൾ തീർച്ചയായും യൂറോപ്യൻ അറിവുകൾ എന്ന് പറയുന്നത് അറേബ്യൻ ലോകത്തിൻ്റെയും മധ്യ ഏഷ്യൻ ലോകത്തിൻ്റെയും അതിൽ ഏഷ്യൻ അറിവുകളുടെയും വലിയ കലർപ്പുകളുണ്ട്.
ഈ കലർപ്പുകളെ നമ്മൾ ഒരിക്കലും, കലർപ്പ് എന്ന് പറയുന്നത് സാംസ്കാരികമായിട്ടുള്ള അറിവുകളിലൊക്കെ അത് ബാധകമാണ്. അറിവുകൾ ഒരിക്കലും ഒരു പ്യുവർ ശുദ്ധ ഗ്രീക്കായിട്ടോ ശുദ്ധ ലാറ്റിനായിട്ടോ ശുദ്ധ സംസ്കൃതമായിട്ടൊന്നും നിലനിൽക്കുന്നില്ല. ജനങ്ങളുടെ ജീവിതത്തിലൂടെയാണ് അറിവുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ എല്ലാ സാംസ്കാരിക പാരമ്പര്യങ്ങളിലും പ്രാദേശികമായിട്ടുള്ള ജീവിതത്തിൻ്റെ പല അംശങ്ങളും ഉൾച്ചേർന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ എവിടെയോ വെച്ച് യൂറോപ്യൻ അറിവുകളിൽ നിന്ന് അതിനെ നമ്മൾ വേർതിരിച്ച് അതിനെ വളരെ ഉയർന്ന തലത്തിൽ സാർവജനീനമായിട്ട് കാണുന്നു. അതാണ് ഒരു വലിയ ദുർഘടമായിട്ട് ഈ വിഷയത്തിൽ സൈദ്ധാന്തികതയെ നമ്മൾ സമീപിക്കുമ്പോൾ നമുക്ക് ഒരു 0.0 ആയിട്ട് യൂറോപ്പിനെ കാണുമ്പോൾ അവിടെ എല്ലാം തുടങ്ങുന്നു. ഏതും തുടങ്ങുന്നത് യൂറോപ്പിൽ. അപ്പോൾ നമുക്ക് ഈ ദിവേശ് ചക്രവർത്തി പറയുന്ന പോലെ എല്ലാ കാലത്തും വെയിറ്റിംഗ് റൂമിൽ യൂറോപ്യൻ ആവാൻ വേണ്ടി കാത്തിരിക്കാനേ പറ്റൂ. കാരണം ഇതൊക്കെ ഓൾറെഡി യൂറോപ്യൻ മനസ്സിൽ അത് വന്നു കഴിഞ്ഞു, അത് കണ്ടെത്തിക്കഴിഞ്ഞു. നമ്മളെ സംബന്ധിച്ചോളം അതിൻ്റെ ധാരാളം സിറോക്സ് പതിപ്പുകളായിട്ടേ നമ്മുടെ ആധുനികതയ്ക്ക് നിലനിൽപ്പുള്ളൂ. നമുക്ക് ആയിട്ടൊരു ആധുനികതയില്ല. യൂറോപ്യൻ ആധുനികതയുടെ ഒരു പറ്റുകാരായിട്ട് മാത്രമേ നമ്മൾക്ക്, ഇതാണ് നമ്മൾ നേരിടുന്ന ഒരു വലിയ സൈദ്ധാന്തികതയെ പറ്റിയിട്ടുള്ള ഏത് ചർച്ചയിലും പലപ്പോഴും നമ്മൾ ഗൗനിക്കാത്ത ഒരു വലിയ പ്രശ്നം. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഏത് കാന്ത് മുതൽക്കുള്ള വലിയ വലിയ തത്വചിന്തയുടെ ആചാര്യന്മാരെ വായിക്കുമ്പോൾ അവർക്ക് വളരെ എളുപ്പത്തിൽ നടന്നു പോകാവുന്ന സ്ഥലത്താണ് ഗ്രീക്ക്, റോമൻ, ലാറ്റിൻ എല്ലാ പാരമ്പര്യങ്ങളും. അവർ നിരന്തരമായിട്ട് അതിൽ നിന്ന് ഉദ്ധരിക്കും, അതിൽ നിന്ന്. അപ്പോൾ ഈ ഒരു ധാരാളം ഭാഷകളിലൂടെ കടന്ന് ഈ ഗ്രീക്കിലെത്തണമെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം വലിയ ഒരു യാത്രയായിരിക്കും അത്. ഇത്തരം ഇപ്പോൾ ഷിജു സാം വർഗീസ് എഴുതിയൊരു ലേഖനത്തിൽ അതിൽ നിന്നാണ് ചില കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ഇവിടെ പറയാൻ ഉപയോഗിച്ചത്. അതിൽ ഷിജു പറയുന്ന ഒരു കാര്യം, നമ്മൾക്ക് നാരായണഗുരുവെ പറ്റിയോ അംബേദ്കറെ പറ്റിയോ അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയെ പറ്റിയോ ഈ യൂറോപ്യൻ ആധുനികതയുടെ സന്ദർഭത്തിൽ സംസാരിക്കണമെങ്കിൽ അതിനെ വളരെയധികം ആലോചിക്കേണ്ടി വരും. വാസ്തവത്തിൽ ഗാന്ധിയൻ ചിന്ത ഒരു പോസ്റ്റ് കൊളോണിയൽ അല്ലെങ്കിൽ ഈ കൊളോണിയൽ ആശയ ലോകത്തെ വളരെയധികം പ്രതിരോധിച്ച, സ്വന്തമായ ഒരു തട്ടകത്തിൽ നിന്നുകൊണ്ട് പ്രതിരോധിച്ച ഒരു വലിയ വഴി തുറക്കലായി. ഇന്ന് ഗാസയിലെ വലിയ കൂട്ടക്കൊലകളും ഒരു ജനസമൂഹത്തെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള അത് ഒരു ദേശം ചെയ്യുന്നതല്ല. അതിൽ അമേരിക്ക മാതിരിയുള്ള വലിയ രാജ്യങ്ങളുടെയും അതിൽ പങ്കുണ്ട്. അതിൻ്റെയൊക്കെ ഒരു സന്ദർഭത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഈ വലിയൊരു സംഘർഷമുണ്ട്, അറിവിനെ സംബന്ധിച്ചുള്ള സംഘർഷമുണ്ട്. അടുത്ത കാലത്ത് ഞാൻ സൗത്ത് കൊറിയയിൽ സിയോളിൽ ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ പോകട്ടെ, കമ്പാരിറ്റീവ് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടതാണ്. അവിടെ പലരും സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അവരൊക്കെ ഒരു പതർച്ചയിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു വലിയ അവർ ഏതിനെ പറ്റി വളരെ ആത്മവിശ്വാസത്തോടെ സംസാരിച്ചു, ആ
വിഷയങ്ങളുടെയൊക്കെ ഒരു ഒരു പ്രാമാണികത, ഒതൻറ്റിസിറ്റി ഈ വലിയ കൂട്ടക്കലയുടെ സന്ദർഭത്തിൽ ഇല്ലാതാവുന്നു എന്ന് അവർ തിരിച്ചറിയുന്നു. ഇപ്പോൾ ഡേവിഡ് ഡൊംറോഷ് വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പാരിറ്റീവ് ലിറ്ററേച്ചറിൻ്റെ പണ്ഡിതനാണ്, ഹാർവാർഡിലെ പ്രൊഫസറാണ്. എനിക്ക് വളരെ അടുത്തറിയാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇന്ത്യയിൽ പലപ്പോഴും വന്നിട്ടുണ്ട്. ഞാൻ പല ഇൻ്റർനാഷണൽ സെമിനാറുകളും കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങി, പക്ഷേ പകുതിയായപ്പോൾ അദ്ദേഹം കവിതയിലേക്ക് മാറുന്നു. അതും പലസ്തീനിയൻ കവിത അല്ലെങ്കിൽ കാശ്മീർ ഇന്ത്യൻ കവിത, ഇങ്ങനെയുള്ള ധാരാളം സംഘർഷാത്മക പ്രദേശങ്ങളിലെ കവിതകൾ ഉദ്ധരിച്ചുകൊണ്ട് മനുഷ്യൻ ഒരു 20-ാം നൂറ്റാണ്ടിന് ശേഷം അഭിമുഖീകരിക്കുന്ന വലിയ പൊളിറ്റിക്കൽ പ്രതിസന്ധികളെ പറ്റി അദ്ദേഹം സംസാരിച്ചു തുടങ്ങി. ഈ തരത്തിൽ ജ്ഞാനനിർമ്മിതിയുടെ ഒരു പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാനുള്ള ആത്മവിശ്വാസം അവർ ഒരു പക്ഷേ കുറേയൊക്കെ ഇന്ന് അവർ മുന്നിലൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നു. ഡേവിഡ് ഷുൽമാൻ വലിയ പണ്ഡിതനാണ്. കൂടിയാട്ടത്തെപ്പറ്റി ഇത്രയധികം പഠിച്ച ഒരു യൂറോപ്യൻ ഇല്ല. ഇസ്രയേലിലെ ഒരു പ്രൊഫസറാണ്. ഇസ്രയേൽ വളരെ നല്ല പേഴ്സണലായിട്ടൊക്കെ നമുക്ക് ഇടപെടാൻ പറ്റുന്ന, രാജേന്ദ്രൻ സാറിനൊക്കെ അടുത്തറിയാവുന്ന ഒരു വലിയ പണ്ഡിതനാണ്. അദ്ദേഹം ന്യൂയോർക്ക് ടൈംസിൽ നിരന്തരമായി എഴുതുന്നത് വെസ്റ്റ് ബാങ്കിൽ നടക്കുന്ന ഹിംസയെ പറ്റിയാണ്. അപ്പോൾ ഈ ഹിംസ എന്നത് ഏത് തരത്തിലാണ് നാം ഇന്ന് ഇപ്പോൾ വളരെ ദുർബലവും അങ്ങേയറ്റം ഒരു വലിയ സൈന്യമോ അതൊന്നും ഇല്ലാത്ത ഒരു ഘട്ടത്തിൽ ഗാന്ധി സാമ്രാജ്യത്തോട് പൊരുതിയത് ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു തലത്തിലായിരുന്നു. ഈ ധാർമ്മികമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ്, ഒരു ചെറുത്തുനിൽപ്പ്, അത് ഇന്നത്തെ ലോകത്തിൽ ഈ ഡീകൊളണൈസിങ് അല്ലെങ്കിൽ അപകോളനീകരണത്തിൻ്റെ ഈ സന്ദർഭത്തിൽ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഈ യൂറോപ്യൻ അറിവുകളുടെ ഒരു ആധിപത്യത്തിൻ്റെ കാലം ഇന്ന് അവസാനിച്ചു എന്ന് മാത്രമല്ല, അതിൻ്റെ ഒരു മോറൽ ഫൗണ്ടേഷൻ, അതിൻ്റെ ധാർമ്മികമായിട്ടുള്ള അടിത്തറ തന്നെ ഇന്ന് ഇളകുന്നുണ്ട്. ഡയലക്റ്റിക് ഓഫ് എൻലൈറ്റൻമെൻറ്റിൽ ഹോർക്കിമറും അഡോർണോയും പറഞ്ഞതാണ്. ഒരു അതിർത്തി വരെ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എൻലൈറ്റൻമെൻറ്റിലെ യുക്തിവാദം, അതിൻ്റെ യുക്തിയെ പറ്റിയിട്ടുള്ള ആ ഒരു ചട്ടക്കൂട്, അത് ഫാസിസത്തിലേക്ക് നയിക്കാവുന്ന ഒരു ചിന്താ പദ്ധതി ആയിത്തീരാൻ എല്ലാ സാധ്യതയുമുണ്ട്. അത് തന്നെയാണ് ജർമ്മനിയിലെ ഒരു വലിയ തരത്തിലുള്ള ഹിംസയ്ക്ക് കാരണമായത് എന്ന് അവർ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എൻലൈറ്റൻമെൻറ്റിൻ്റെ ഒരു പുതിയ തരത്തിലുള്ള വിമർശം ഇന്ത്യ മാതിരിയുള്ള, ആഫ്രിക്ക മാതിരിയുള്ള അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്ക മാതിരിയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇനി കൂടുതൽ ഉയർന്നു വരും എന്നതിനെപ്പറ്റി എനിക്ക് സംശയമില്ല. അത് കൂടുതലായിട്ട്, അതുകൊണ്ട് തന്നെ ഈ സൈദ്ധാന്തികത തന്നെ ഒരു വലിയ, പ്രത്യേകിച്ച് യൂറോപ്യൻ ജ്ഞാനോദയത്തിൻ്റെ സന്ദർഭത്തിൽ ഉത്ഭവിച്ച് കഴിഞ്ഞ 100-150 കൊല്ലമായിട്ട് ലോകത്തെ അടക്കി ഭരിക്കുന്ന ഒരു യുക്തി കേന്ദ്രിതമായിട്ടുള്ള വ്യവഹാരം, അത് ഇന്ന് ഒരു വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സൈദ്ധാന്തികതയെ പറ്റിയിട്ടുള്ള ചർച്ചയിൽ നാം ഉൾപ്പെടുത്തേണ്ട പല കാര്യങ്ങളിൽ ഒന്ന്, ഈ പാശ്ചാത്യ രീതിശാസ്ത്രങ്ങളുടെ അല്ലെങ്കിൽ പരികൽപ്പനകളുടെ അത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു പദാവലി, സാങ്കേതിക ശബ്ദങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് പരിപൂർണമായിട്ട് അത് നമ്മളെ തുണക്കുന്നുണ്ടോ
ഇപ്പോൾ ദിലീപ് മേനൻ്റെ മാതിരിയുള്ള ചരിത്രകാരന്മാർ പറയുന്നുണ്ട്, എന്തുകൊണ്ട് കഴിഞ്ഞ 150 കൊല്ലമായിട്ട് നമ്മൾ ഈ പുതിയ വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, സോഷ്യോളജി പഠിപ്പിക്കുന്നുണ്ട്, ഹിസ്റ്ററി പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ സോഷ്യോളജിയിൽ സാൻസ്ക്രിറ്റൈസേഷൻ എന്നൊരു വാക്ക് നമുക്കറിയാം, എം.എൻ. ശ്രീനിവാസിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ്. ഇങ്ങനെ ഒന്നോ രണ്ടോ വാക്ക് കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ കോൺട്രിബ്യൂഷൻ എന്താണുള്ളത്? എന്തുകൊണ്ടാണ് ഒരൊറ്റ ഇന്ത്യൻ ഭാഷയിലെ ഒരു വാക്ക് ഈ വിഷയങ്ങളിലൊന്നും വളരെ താത്വികമായിട്ടുള്ള ചർച്ചയിൽ വരുന്ന രീതിയിൽ ഒരു സൈദ്ധാന്തിക തലത്തിൽ സ്വീകരിക്കപ്പെട്ടില്ല? ഇന്ത്യൻ ഭാഷകളിൽ നിന്ന് ആശയങ്ങളെ സ്വീകരിക്കുന്ന തരത്തിൽ എന്തുകൊണ്ട് നാം ഇന്ത്യൻ ഭാഷകളെ വളർത്തിയെടുത്തില്ല എന്ന ചോദ്യം അവിടെയുണ്ട്. ഇത് ചരിത്രത്തെ പറ്റി മാത്രമല്ല, സോഷ്യോളജിയെ പറ്റി മാത്രമല്ല, ലിറ്റററി ക്രിറ്റിസിസത്തെ പറ്റിയും വളരെ വളരെ പ്രസക്തിയുള്ളതാണ്. ഇതിനർത്ഥം നമ്മൾ റിവൈവലിസ്റ്റായിട്ട് നമ്മുടെ പഴയതിനൊക്കെ റിവൈവ് ചെയ്യണം, അതിനെ ഉദ്ധരിച്ച് ഇത് യൂറോപ്പിനെക്കാളും മികച്ചതാണെന്ന് പറയണമെന്നല്ല. യൂറോപ്യൻ ഈ കഴിഞ്ഞ ഒരു 100-150 കൊല്ലമായിട്ടുള്ള തിയറികളിൽ ഇപ്പോൾ ഫെർഡിനാൻഡ് സൊസ്യൂറിൻ്റെ ഭാഷയെ പറ്റിയിട്ടുള്ള വലിയ ഉൾക്കാഴ്ചകൾ, അതിനുശേഷം ലിംഗ്വിസ്റ്റിക് ടേൺ എന്ന് നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ കൾച്ചറൽ ടേൺ എന്ന് നമ്മൾ പറയുന്ന, അതൊക്കെ ഈ സൈദ്ധാന്തികമായിട്ടുള്ള വളർച്ചയിലോ യാത്രയിൽ വലിയ വ്യതിയാനങ്ങളാണ്. അതൊക്കെ നമുക്ക് അപകോളനീകരണത്തെപ്പറ്റി ചിന്തിക്കാൻ തന്നെ പ്രേരണയായത് ഈ പോസ്റ്റ് സ്ട്രക്ചറലിസത്തിലെ, അല്ലെങ്കിൽ ആ പ്രത്യേക മാർക്സിയൻ ആയിട്ടുള്ള ആശയങ്ങൾ, അല്ലെങ്കിൽ ഡീകൺസ്ട്രക്ഷൻ്റെ ആശയങ്ങൾ, ഇതൊക്കെ നമ്മൾക്ക് അപകോളനീകരണത്തെപ്പറ്റി ചിന്തിക്കാനും അതിൻ്റെ ഒരു വ്യവഹാരം ഉണ്ടാക്കിയെടുക്കാനൊക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ യൂറോപ്പിൻ്റെ ഒരു കയ്യൊപ്പ്, യൂറോപ്പിൻ്റെ ഒരു അപ്രമാദിത്വം, അവരുടേതായിട്ടുള്ള ഒരു വേൾഡ് വ്യൂ, അതിൽ വളരെ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു. അതിൻ്റെ പരിമിതികൾ നമ്മളെ അറിവുകളിലും ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതാണ് ഇന്നത്തെ സൈദ്ധാന്തികൻ, ഒരു ഇന്ത്യൻ സൈദ്ധാന്തികൻ, അല്ലെങ്കിൽ ഒരു മലയാളത്തിൽ എഴുതുന്ന ഒരു സൈദ്ധാന്തികമായിട്ടുള്ള ഉൾക്കാഴ്ചകൾ ഉപയോഗിക്കുന്ന ഒരു എഴുത്തുകാരൻ, അവരൊക്കെ നേരിടുന്ന ഒരു വലിയ ക്രൈസിസ്. ഇപ്പോൾ ഭാഷയെപ്പറ്റി പറഞ്ഞാൽ രാജേന്ദ്രൻ മാഷ് എന്നേക്കാൾ ഇതിനെപ്പറ്റി പഠിച്ച ആളാണ്. പക്ഷേ പോൾ ഡിമാൻ്റെ ഒരു ഇൻസൈറ്റ് ഉണ്ട്. ഭാഷ നമുക്കറിയാം, ജെ.എൽ. ഓസ്റ്റിൻ സ്പീച്ച് ആക്ട് തിയറി എന്ന് പറഞ്ഞിട്ട് ഭാഷയ്ക്ക് തന്നെ 2 തരം തലങ്ങളുണ്ട്. ഈ തലങ്ങൾ പലപ്പോഴും ഇപ്പോൾ അവർ കോൺസ്റ്റാറ്റീവ് എന്ന് പറയുന്നൊരു തലം, പെർഫോമേറ്റീവ് എന്ന് പറയുന്നൊരു തലം. അതായത് ഒരു വസ്തുസ്ഥിതി കഥനമായിട്ട് ഭാഷയെ ഉപയോഗിക്കാം. പക്ഷേ അതേ ഭാഷയെ തന്നെ ഒരു പ്രത്യേക കാര്യത്തെ, ആശയത്തെ റെട്ടറിക്കലായിട്ട്, ഒരു ഉദാഹരണം പറഞ്ഞാൽ ബ്ലാക്ക് ഈസ് ബ്യൂട്ടിഫുൾ. ബ്ലാക്ക് ഈസ് ബ്യൂട്ടിഫുൾ എന്നത് അതിൻ്റെ വാക്കുകളുടെ അർത്ഥം എല്ലാവർക്കും അറിയാം, മനസ്സിലാവും. പക്ഷെ നമ്മൾ ബ്ലാക്ക് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോൾ ആ വാക്കുകളുടെ അർത്ഥം തത്തുല്യമായിട്ടുള്ള വാച്യാർത്ഥം മാത്രമാണോ, അല്ലെങ്കിൽ അതാണോ നമ്മൾ പരിഗണിക്കുന്നത്, അതാണോ നമ്മൾ പറയുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അതൊരു പെർഫോമറ്റീവായിട്ടുള്ള പ്രയോഗം എന്ന് പറഞ്ഞാൽ അതിലൂടെ നിലവിലുള്ള ഒരു സൗന്ദര്യ സങ്കല്പത്തെ പ്രതിരോധിക്കുകയാണ്. അതിലൂടെ ഒരു യൂറോപ്യൻ അല്ലെങ്കിൽ അമേരിക്കനായിട്ടുള്ള ഒരു സൗന്ദര്യ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആശയത്തെ പ്രതിരോധിക്കുന്ന ഒരംശം, അത് ഒരു നിർവഹണമാണ്. ഭാഷ പലപ്പോഴും നമ്മൾക്കറിയാം
ഞാനിപ്പോൾ പറയുന്നു, ഈ സെമിനാർ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. ഇതൊരു തരം നിർവഹണമാണ്. ഭാഷയിലൂടെ ഒരു ജഡ്ജ് ചിലപ്പോൾ ഒരു വിധി പ്രസ്താവിക്കുമ്പോൾ ഞാൻ ഇന്നാൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷിക്കുന്നു, അല്ലെങ്കിൽ അതിനെ ആ വാക്ക് വെറും വാച്യാർത്ഥത്തിൽ ഒതുങ്ങുന്നില്ല. ഒരു മനുഷ്യൻ്റെ ശിഷ്ടായുസ് മുഴുവൻ ആ വിധിയുടെ നിഴലിലാണ് ജീവിക്കുക. അപ്പോൾ ഇത് പെർഫോമേറ്റീവാണ്. അല്ലെങ്കിൽ ഒരു പാതിരി, ഒരു ഫാദർ, പ്രീസ്റ്റ്, ഞാൻ ഇവരെ രണ്ടുപേരെയും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് പ്രഖ്യാപിക്കുന്നു, ഇതൊക്കെ പെർഫോമേറ്റീവാണ്. അപ്പോൾ ഭാഷയിൽ ഈ തരത്തിലുള്ള റെട്ടറിക്കിൻ്റെ ഒരു ലെവൽ, സാഹിത്യത്തിൽ ഇത് വളരെ പ്രധാനമാണ്. പലപ്പോഴും ഈ പോൾഡിമാൻ പറയുന്ന ഒന്ന്, ഈ രണ്ടും ഒരേ കാര്യമല്ല പറയുന്നത്. എന്താണ് ഒരു കൃതി പറയുന്നത്, എന്താണ് ഒരു കവിത പറയുന്നത്? അപ്പോൾ സാഹിത്യകൃതി അതിൻ്റെ വാച്യാർത്ഥമല്ല, അതിനപ്പുറം വേറെ എന്തോ ആണ് അത് പറയാൻ ശ്രമിക്കുന്നത്. ഇത് ബെഞ്ചമിനും പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒരു പരിഭാഷപ്പെടുത്തുകയാണ്, ഒരു കവിത പരിഭാഷപ്പെടുത്തുകയാണ്, വാക്ക് വേർഡ് ബൈ വേർഡായിട്ട് നിങ്ങൾക്ക് പരിഭാഷപ്പെടുത്താം. പക്ഷെ അതിനപ്പുറം എന്തോ ആണ് ആ കവിത എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നത്, അത് എന്താണ് പ്രകാശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ പെർഫോമേറ്റീവായിട്ടുള്ള അംശം, ഒരു പ്രതീകാത്മക ഘടനയ്ക്കുള്ളിലാണ് ഭാഷ പ്രവർത്തിക്കുന്നത്. ഇത് അധികാരവുമായിട്ട് ബന്ധപ്പെട്ടതും കൂടിയാണ്. ഒരാൾ സംസ്കൃതം ഉപയോഗിക്കുമ്പോൾ സംസ്കൃതത്തിനുള്ള പരിവേഷം, സംസ്കൃതം എന്ന ഭാഷയുടെ വലിയ ഒരു പാരമ്പര്യം, അത് ഒരു വശത്ത് നമ്മളതിനെ സ്വീകരിക്കുന്നു, അത് നമ്മൾക്ക് ഇന്ത്യയുടെ ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ നമ്മൾ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്തൊക്കെ കണ്ട പോലെ ഒരു ഇന്തോളജിയുടെ അല്ലെങ്കിൽ ഓറിയൻ്റലിസം ആയിട്ട് സംസ്കൃതത്തിലേക്ക് ഇന്ത്യൻ ഭാഷകളെ മുഴുവൻ കേന്ദ്രീകരിച്ച, അതൊരു സാമ്രാജ്യത്വ സമീപനമാണ്. അതിലൂടെ ഇന്ത്യൻ ഭാഷകൾക്ക് തന്നെ ഒരു വലിയ ന്യൂനീകരണം ഉണ്ടായിട്ടുണ്ട്. ഗ്രിയേഴ്സണൊക്കെ ഇപ്പോൾ ഒറിയ മാതിരിയുള്ള ഭാഷകൾ, ആസാമീസ് മാതിരിയുള്ള ഭാഷകൾ, അതൊക്കെ ഭാഷാഭേദങ്ങളാണ്. മെക്കോളി പറഞ്ഞത് സംസ്കൃതേ ഉള്ളൂർ ഇന്ത്യൻ ഭാഷ, ബാക്കിയൊക്കെ ഭാഷാഭേദങ്ങളാണ്. ഇതിൻ്റെ പ്രധാന കാരണം അവർക്ക് ഈ ഭാഷാ വൈവിധ്യത്തിൻ്റെ അല്ലെങ്കിൽ മതവൈവിധ്യത്തിൻ്റെ അല്ലെങ്കിൽ ബാഹുല്യത്തിൻ്റെ ഈ ഒരു വലിയ അർത്ഥതലം ഒരിക്കലും അവർക്ക് മനസ്സിലായിരുന്നില്ല. പ്രത്യേകിച്ചും അതിന് ഒരു പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള അത് മനസ്സിലാക്കിയാൽ അവർ ശ്രമിച്ച, അല്ലെങ്കിൽ അവരിവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ച, പ്രയോഗിക്കാൻ ശ്രമിച്ച പലതരം അധികാര വ്യവഹാരങ്ങളുടെ ഒരു ഘടന തന്നെ മാറിപ്പോവായിരുന്നു. അതുകൊണ്ടുകൂടിയാവാം അവർ ഒരിക്കലും ഇതിനെ സ്വീകരിച്ചില്ല. അപ്പോൾ നമ്മൾക്ക് ഈ പെർഫോമേറ്റീവ് ഇന്ത്യൻ ഭാഷകൾ നിരന്തരമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു ഘടന, അതൊരു മൂലധനമാണ്, പ്രതീകാത്മക മൂലധനം എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ ഈ റെട്ടറിക്കൽ പെർഫോമേറ്റീവ് ആയിട്ടുള്ള ഭാഷയുടെ തലത്തെ അത് ഈ ഐഡിയോളജിയിലും പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള പല വിവക്ഷകളും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. നമ്മൾക്ക് പല കൃതികളെയും സമീപിക്കുമ്പോൾ കൃതികളുടെ വാച്യാർത്ഥം അതല്ല നമ്മളെ സംബന്ധിച്ചോളം പലപ്പോഴും സ്വീകാര്യമാവുക. അതിനപ്പുറത്തേക്ക് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു പ്രത്യേക നോവൽ എഴുതപ്പെടുന്നു. ആ നോവൽ എന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്ന് അന്വേഷിച്ചാൽ നമ്മൾക്ക് ഒരു പക്ഷേ മനസ്സിലാവും അതൊരു കഥ പറയുക മാത്രമല്ല, അതിനപ്പുറം. ഇപ്പോൾ പാസേജ് ടു ഇന്ത്യ